ഇന്ന് പ്രോൺസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പ്രോൺസ് വാങ്ങാൻ. ലുക്ക് അറ്റ് ദിസ്. ഇവിടെയൊന്നും മര്യാദയ്ക്കുള്ള സർഫേസിങ് ഒന്നും ചെയ്തിട്ടില്ല. റോഡൊക്കെ ഇങ്ങനെ മണ്ണായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പുവർ ആഫ്രിക്കൻ കൺട്രിയിലൊക്കെ പോയ പോലത്തെ ഒരു ഫീൽ വരാറില്ലേ? എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ ആഫ്രിക്കൻ ട്രാവൽ ബ്ലോഗ്സൊക്കെ ചിലവരുടെ കാണുമ്പോൾ അതുപോലത്തെ വൺ ഓഫ് ദ കൺട്രീസിൽ പോയ പോലത്തെ ഒരു അവസ്ഥ. ഇവിടുന്നാണ് ഞാൻ വാങ്ങുന്നത് പ്രോൺസൊക്കെ. വീടിൻ്റെ അടുത്ത് 1 കിലോമീറ്ററിൻ്റെ റേഡിയസിലുള്ളൊരു സ്ഥലമാണ്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഫിഷിൻ്റെ. ആൻഡ് മലയാളികൾ നടത്തുന്നതാണ് ആസ് യൂഷ്വൽ. പ്രോൺസും ചിക്കനും കൂടിയിട്ട് വാങ്ങാമെന്നാണ് വിചാരിച്ച്. കുറച്ച് പ്രോൺസ് ആൻഡ് കുറച്ച് ചിക്കൻ. സോ നല്ല വെറൈറ്റിയുള്ള പ്രോൺസ് ഉണ്ട്. ഭയങ്കര മുഴുപ്പ് തോന്നുന്ന തരത്തിലുള്ളതുണ്ട്. ചെറിയ തരം ഷ്രിംപ്സ് ഉണ്ട്. ആൻഡ് പലതരം മീനുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ ചിക്കനും ഉണ്ട്. സോ 1 കിലോ പ്രോൺസ്, 1 കിലോ ചിക്കൻ നന്നാക്കി തരും ആൾക്കാർ. 4-5 വെറൈറ്റി ഉണ്ട് പ്രോൺസിന്. അപ്പോൾ അത് ഏറ്റവും അപ്പുറത്തിരിക്കുന്നത് 550, പിന്നെ ഇത് 750, ഇപ്പുറത്തിരിക്കുന്നത് നടുക്കിലിരിക്കുന്നത് രണ്ടും 750, അപ്പുറത്തിരിക്കുന്നത് 450 ചെറുത്. റേറ്റ് ഉണ്ട് നന്നായിട്ട്. ഞാൻ 550യാണ് വാങ്ങിയത്. കാരണം 750 വിൽ ബി ടു മച്ച്. കുറച്ചും കൂടി വലിയ പ്രോൺസ് ആയിരിക്കും. അത് അത്ര വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. സോ 550യുടെ വാങ്ങി 1 കിലോ. ഹലോ, ഇന്ന് നമ്മൾ പ്രോൺസ് വെച്ചിട്ടുള്ളൊരു റൈസാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പ്രോൺസ് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, കാരണം ബിരിയാണി റൈസല്ല ഞാൻ യൂസ് ചെയ്തത്. സാധാരണ റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ പ്രോൺസ് പുലാവ്, പ്രോൺസ് ഫ്രൈഡ് റൈസ്, മേ ബി പുലാവും ഫ്രൈഡ് റൈസും രണ്ടാണ്. സോ ഇറ്റ്സ് എ ഫ്യൂഷൻ. പുലാവാണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് ആണെന്ന് വെച്ചാൽ അങ്ങനെ എവിടേക്കോ ഇതിൻ്റെയൊക്കെയോ ഒരു മിക്സ് എന്ന് പറയാം. നമുക്ക് അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് റൈസ് എന്ന് പറയാം. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇഫ് ഇറ്റ് ഈസ് എ സക്സസ്ഫുൾ വൺ ഓർ നോട്ട്. ആദ്യം ചൂടായിട്ടുള്ള എണ്ണ അതിലേക്ക് പതിവ് പോലെ ജീരകം ഇടുകയാണ്. ജീരകം വിട്ടൊരു കളിയില്ല. ജീരകം പെട്ടെന്ന് തന്നെ പൊട്ടി നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉള്ളി, ഇത് ഞാൻ 3 ഇടത്തരം സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് 3 ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. നമ്മുടെ ഉള്ളി ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലേശം ഒരു സ്ക്വയർ ഇഞ്ച് എന്ന് പറഞ്ഞ പോലത്തെ ഇഞ്ചി, പിന്നെ ഒരു 10-12 അല്ലി വെള്ളുള്ളി, 4 പച്ചമുളക് ആൻഡ് കുറച്ച് ബട്ടർ, ഇത് ബട്ടറാണ്, ആൻഡ് കല്ലുപ്പ്. ഇത്രയും സാധനങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലേശം മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഇത് ശരിക്ക് അരഞ്ഞു വന്നിട്ടില്ല. അപ്പം നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ചുവന്ന മുളക്, കുറച്ച് കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. പ്ലസ് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിലേക്ക്. ഇതൊന്നൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് ലാസ്റ്റാണ് ഞാൻ ഇടുന്നുള്ളൂ. കുറേ സ്ഥലങ്ങളൊക്കെ ഗോൾഡൻ കളറിലായിട്ടുണ്ട്. ഗോൾഡൻ എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ദി കറക്റ്റ് പാകം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി എന്ന് വെച്ചാൽ 2.5 തക്കാളി എന്ന് വെച്ചാൽ മീഡിയം തക്കാളി ആണെങ്കിൽ 2 എണ്ണം, ചെറുതാണെന്നുണ്ടെങ്കിൽ 2.5 എണ്ണം, അങ്ങനെ 2.5 തക്കാളി ചേർക്കാം നമുക്കിതിലേക്ക്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു 3/4 ടീസ്പൂൺ എന്ന് പറയാം. അത്രയും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി വഴറ്റാം കുറച്ച് നേരം കൂടി. ഉള്ളി തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഇടാണ്ട് ഒരു കൈ കൊണ്ട് എനിക്ക് പറ്റില്ല. സോ എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ബാക്കി കുറച്ച് മിക്സി കഴുകിയിട്ടുള്ളൊരു വെള്ളമുണ്ട് അതിൻ്റെ, അത് ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം മസാലയുടെ അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മൾ മസാല നേരത്തെ തയ്യാറാക്കിയത് പ്ലസ് അത് കഴുകിയിട്ടുള്ള ലേശം വെള്ളം എന്ന് വെച്ചാൽ ഒട്ടും മസാല നമ്മൾ വേസ്റ്റ് ആക്കണില്ല. അത് ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആ മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ മോമോയുടെയൊപ്പം കിട്ടില്ലേ ഒരു ചട്നി, അത് സെയിം കൺസിസ്റ്റൻസി. സോ നൈസ്, ദിസ് ഈസ് നൗ ഗെറ്റിംഗ് എ ഗുഡ് കൺസിസ്റ്റൻസി. എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് കുക്ക് ചെയ്യാം. എന്നുവെച്ചാൽ വെള്ളുള്ളിയെല്ലാം നമ്മൾ പച്ചക്കല്ല അരച്ചത്, ഇഞ്ചിയൊക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിക്കോട്ടെ കുറച്ച് നേരം. ഇത് കുക്ക്ഡായി, ഇതിൽ എണ്ണ അങ്ങനെ കിനിയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ചോറ് ചേർക്കാം. ചോറ് എന്ന് വെച്ചാൽ പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള ചോറാണ്. 200 grams
ചോറാണ് നമ്മൾ കുക്ക് ചെയ്ത് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഓൾറെഡി കുക്ക് ചെയ്ത കാരണമാണ് ബിരിയാണി അരി ഇടാൻ പറ്റാതിരുന്നത്. സോ ഈ ഒരു ചോറുണ്ടല്ലോ കുക്ക്ഡ് ആയിട്ടുള്ളത്, നോട്ട് കമ്മിങ്, ജിദ്ദി. I'll pour it, okay, the total rice into this pan. നമ്മൾ the entire rice ട്രാൻസ്ഫർ ആക്കി ഈ പാത്രത്തിലേക്ക്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ റൈസ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. അങ്ങനെ തണുക്കാൻ വെക്കുമ്പോൾ നമുക്ക് ലേശം ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ തണുക്കാൻ വെക്കാം. നമ്മുടെ പാവം പ്രോൺസ് കുമാരന്മാർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ. കുറച്ച് മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ 1/4 ടീസ്പൂൺ, 1.5 to 2 ടീസ്പൂൺ മുളക് പൊടിയിലേക്ക് 1 കിലോ പ്രോൺസ് നന്നാക്കിയതാട്ടത്. നന്നാക്കുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു, നന്നാക്കി കഴിഞ്ഞപ്പോൾ ഇത്രയായി. 1 കിലോ പ്രോൺസിലേക്ക് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും 3 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂണിൻ്റെ അടുത്ത്, ഉപ്പ് ഒരു 3/4 ടീസ്പൂൺ, ഇത്രയും കൂടി ചേർത്ത് യോജിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതെടുത്ത് നമുക്ക് വറുക്കാം. എണ്ണ ചൂടാക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാനുണ്ട്. നമുക്ക് ഇത്ര സ്റ്റൈലിലല്ല, അതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് കൊട്ടണം. അപ്പോൾ അതിന് 2 കൈൻ്റെയും ആവശ്യമുണ്ട്. ഈ നമ്മുടെ പ്രോൺസിന് അധികം, നമ്മുടെ എല്ലാ ഒരു പ്രോൺസിനും അധികം വേവില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു ഇതൊക്കെ വേവും. വല്ലാതെ വേവിച്ചെന്ന് വെച്ചെങ്കിൽ റബ്ബർ പോലെ ഒരു രസം ഉണ്ടാവില്ല പിന്നെ കഴിക്കാൻ. സോ നമ്മളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഒരു സൈഡ് വെന്തു വിത്തിൻ എ മിനിറ്റ്. സോ ഞാനിത് മറിച്ചിട്ടിട്ട് വാങ്ങി വയ്ക്കാൻ പോവാണ്. പ്രോൺസിന് വേവില്ല എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഞാൻ 2 മിനിറ്റ് തിരിച്ചു, പിന്നെ 2 മിനിറ്റ് മറിച്ചു, പിന്നെ 1 മിനിറ്റോളം ഇങ്ങനെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടും, എന്ന് വെച്ചാൽ ഈ സൈഡിലൊന്നും ആവില്ലല്ലോ നമ്മൾ തിരിച്ചും മറിച്ചു വിടുമ്പോൾ, ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും ആവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്തോട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. സോ മാക്സിമം 5 മിനിറ്റ്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ 7 മിനിറ്റ്സ്. അതിനും കൂടുതൽ ഒരിക്കലും പ്രോൺസ് കഴിക്കരുത്. 7 മിനിറ്റ്സ് തന്നെ മാക്സിമം ആട്ടോ. ഇതിങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് വറുത്ത് കോരിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സംഭവമാണ്, വറുത്ത് കോരിയ സംഭവം കൂടി ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ വെറുതെ തിരിച്ചും മറിച്ചൊക്കെ സ്റ്റൈലിഷായി കാണിക്കുന്നതിനും ഭേദമായിട്ട് ഒറ്റ ഇതിന് നമ്മളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഇളക്കി കൊടുത്താലും മതിയല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ ആ പരീക്ഷണത്തിന് മുതിരാണ് അപ്പോൾ ഞാൻ. എന്നുവെച്ചാൽ അതിങ്ങനെ അടക്കി വെച്ച് ഓരോന്നായിട്ട് അങ്ങനത്തെ നാടകത്തിന് ഞാൻ നിൽക്കുന്നില്ല. സോ ലെറ്റ്സ് സീ ഈ ഒരു എളുപ്പപ്പണി നന്നായിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നത് നന്നാവുന്നു. എല്ലാ ഭാഗവും ശരിക്കും കുക്ക്ഡായി വരാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതിൻ്റെ അടുത്ത് നിൽക്കണം എന്ന് മാത്രം. അപ്പോൾ എന്താ 5 മിനിറ്റ്സ് അല്ലേ നിൽക്കണ്ടു. 5 മിനിറ്റ്സ് മാക്സിമം ഉണ്ടോ, അതിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നാവില്ല. പണ്ടുള്ള ആൾക്കാർ നമുക്ക് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് തരുമ്പോൾ നമുക്ക് ഭയങ്കര പുച്ഛം തോന്നും, അതിലൊക്കെ ഒന്ന് വയലേറ്റ് ചെയ്യാൻ തോന്നും. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ വയലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ട്രഡീഷണൽ മെത്തേഡിൽ ഇതൊക്കെ നിരത്തി വെച്ച് മറിച്ചെടുക്കുകയാണെങ്കിൽ 2 ഭാഗം വെന്തു എന്നുള്ളത് നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് വെന്തു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇത് ഇങ്ങനെ ആകുമ്പോൾ ചിലതിൻ്റെ ഒന്നും മസാല വന്നിട്ടില്ല അടിയിലേക്ക്. അപ്പോൾ നമ്മളത് പിന്നെ തിരിച്ചിടണം, നോക്കണം. സോ കുറച്ചൊരു ഇരട്ടിപ്പണിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടുള്ള ആൾക്കാർ ഒന്നും കാണാതെ അവർ പറയില്ലല്ലോ. അവർ പല തരത്തിലുള്ള ടെസ്റ്റുകളും നടത്തി ഫെയിലായിട്ടാണല്ലോ ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗോ വിത്ത് ഓൾഡ് പീപ്പിൾ ആൻഡ് ദ ഓൾഡ് തോട്ട് പ്രോസസ്. കുറേ കാര്യത്തിലൊന്നുമല്ല. നമ്മുടെ ചെമ്മീൻ റെഡിയായി. ഒരു ചെമ്മീൻ താഴത്ത് വീണു, നോ പ്രോബ്ലം. ഇപ്പോൾ നോക്കുന്ന ഞാൻ ആ ചെമ്മീൻ വറുത്തിട്ടുള്ള ആ ഒരു സംഭവത്തിൽ ചെറുതായിട്ടൊന്ന് 3 ഏലക്കായ അതിൻ്റെ അടിയിലത്തെ ഉള്ളിൽ നിന്ന് കുരുവൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ പണ്ട് തയ്യാറാക്കി വെച്ച റൈസില്ലേ അതിലേക്ക് ഇടാൻ പോവാണ്, ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്. എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള ചെമ്മീനുകൾ കുറേയൊക്കെ നമ്മളുടെ റൈസിലേക്ക് മാറ്റി. യു ക്യാൻ സീ റൈസിലുള്ള ചെമ്മീനുകൾ കാണാണ്ടല്ലോ. ഇനിയും കൂടുതലായ വെറും ചെമ്മീൻ മാത്രമാവും, റൈസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ രസമാണല്ലോ, അല്ലെങ്കിൽ എടുത്ത് വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫ്രൈഡ് അല്ലേ, കുറച്ച് 2 ദിവസമൊക്കെ ചിലപ്പോൾ 2-3 നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. സോ ചെമ്മീൻ മിക്സ് ചെയ്തിട്ടുള്ള റൈസ് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് തിന്നിട്ട് അഭിപ്രായം പറയാം. ടേസ്റ്റിംഗ് ടൈം. കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. നന്നായിട്ടുണ്ട് കേട്ടോ കഴിച്ചപ്പോൾ. 2 കാര്യങ്ങൾ എന്നാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് തരാൻ തോന്നുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ചോറ് കുറച്ചും കൂടി വേവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ചോറാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇത് കുറച്ച് വേവ് കൂടുതലായിട്ട് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒട്ടി നിൽക്കണ തരായിപ്പോയി നമ്മുടെ ചോറ്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ചോറുണ്ടാക്കുമ്പോൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇതിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയ ചോറായ കാരണം കൊണ്ട് വേറെ കറി ഉണ്ടാക്കേണ്ട മടിക്ക് ഞാൻ ചെയ്തതാണ് ഇങ്ങനെ ഒരു ചെമ്മീൻ റൈസ് എന്നുള്ളത്. ഔട്ട്കം നന്നായിട്ടുണ്ട്. സെക്കൻഡ് തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളി വഴറ്റുന്ന സമയത്താണ്. നന്നായിട്ട്
വഴന്ന് ആ പച്ചച്ചോയ മാറിയതിൻ്റെ ശേഷം മാത്രമേ പിന്നെ തക്കാളി ചേർക്കാവൂ. തക്കാളി നന്നായിട്ട് വേവണം. ഇത് രണ്ടും മര്യാദയ്ക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ പച്ച ചോയ്ക്കും. ഇതിനില്ല. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളി വഴറ്റണതും തക്കാളി ഇടുന്നതും, തക്കാളി ആണെന്നുണ്ടെങ്കിൽ നന്നായി പഴുത്ത് ചീഞ്ഞ പോലത്തെ തക്കാളി ഇടരുത്. കുഴപ്പമില്ലാത്ത നമുക്ക് മണം എടുക്കുമ്പോൾ അറിയാമല്ലോ നല്ല തക്കാളിയാണോ എന്നുള്ളത്. അല്ലാത്ത തക്കാളി ആണെങ്കിൽ ടോട്ടലി സ്പോയിലാക്കും. അതും എനിക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയതാണ്. നന്നായി പഴുത്താന്ന് വിചാരിച്ചിട്ടിട്ട്. സോ ഈ 2-3 ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ ചെമ്മീൻ ചോറ് അടിപൊളിയാണ്. കാരണം ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ വന്ന് ഇതിലേക്ക് നന്നായിട്ട് ചേർന്ന്, പിന്നെ നമ്മുടെ ആ മസാലയ്ക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. സോ നൈസ്, ഇറ്റ് ഈസ് നൈസ്. കഴിച്ചു വന്നപ്പോൾ വേറൊരു കാര്യം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉപ്പിൻ്റെ കാര്യം. കാരണം നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉപ്പിട്ടിട്ടാണ് മിക്സിയിൽ ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ അരച്ചത്. അതിൽ കല്ലുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പൊടിപ്പായാലും നോ പ്രോബ്ലം. അപ്പോൾ ഒരു ഉപ്പ് അവിടെ ഉണ്ട്. പ്ലസ് നമ്മൾ ഉള്ളിയും തക്കാളിയും കൂടി വഴന്നു വന്നപ്പോൾ രണ്ടാമത് ഉപ്പിട്ടുണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിലും ഉപ്പുണ്ട്. സോ ഉപ്പിൻ്റെ കോണ്ടൻറ്റ് നന്നായി നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇൻ കേസ് നിങ്ങൾ ഉപ്പ് ഇടുന്നില്ല എന്നുണ്ടെങ്കിലും ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇല കൂട്ടി അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കയ്പ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുതിന മല്ലിയില അരച്ചില്ല, അപ്പോൾ അതിൽ കയ്പ്പ് ഉണ്ടാവില്ല. കല്ലുപ്പ് കൂട്ടുകയാണെങ്കിൽ, പൊടിപ്പൊണ്ട് കൂട്ടിയിട്ട് കാര്യമില്ല. കല്ലുപ്പാണെങ്കിൽ ആ ഒരു ഇലയുടെ ഒരു കയ്പ്പ് ഇങ്ങനെ അരയുമ്പോൾ ഉണ്ടാവുന്നതൊക്കെ പോകും. അപ്പോൾ അതിൽ മാത്രം ഉപ്പിട്ടാൽ മതി. ബാക്കിയുള്ളതൊക്കെ പിന്നെ നോക്കിയിട്ട് അവസാനം ഉപ്പിട്ടാൽ മതി. എനിക്ക് പണി കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടേണ്ട എഡ്ജിൽ നിൽക്കുകയാണ് ഞാൻ. കഴിക്കും തോറും ടിപ്സുകൾ ഇങ്ങനെ കൂടി വരുന്നു. ഇതും കൂടി പണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുകയാണെങ്കിൽ വേറെ ലെവൽ. ചില ആൾക്കാർക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും. ഞാൻ ഇടാൻ മറന്നുപോയി. ഞാനിപ്പോൾ കഴിക്കുമ്പോൾ ചൂടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നെയ്യ് ഒഴിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. സോ അതും നല്ലൊരു ഓപ്ഷനാണ്.